ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ ടെറസിൻ്റെ മേലിന്. ഇവിടെ നല്ല അടിപൊളി മഴയിന്. രാവിലെ തന്നെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ എന്തുട്ടാ കറി വെക്കാന്ന് വെച്ചിട്ട് ടെറസിൻ്റെ മേലെ കയറി വന്നതിന് സാമ്പാർ വെക്കാൻ വഴുതിരിങ്ങയും വെണ്ടയ്ക്കൊക്കെ പൊട്ടിക്കാന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. കണ്ട അരിപ്പ പോലെയുണ്ട് നമ്മുടെ ഇതൊക്കെ വഴുതിനീരലൊക്കെ നിറയെ ജാതി പ്രാണികൾ വന്നു. എല്ലാ വഴുതിനീര കടയും ഇതേപോലെയാണ് പുഴുവന്ന് നിറഞ്ഞു. അപ്പൊ ഇതിനി നമുക്ക് മരുന്നടിക്കണം, അല്ലെങ്കിൽ ഇത് കടോടുകൂടി ഉണങ്ങിപ്പോവും. രക്ഷയില്ല. അല്ലാണ്ട് എന്തായാലും വഴുതിനിയൊക്കെ പൊട്ടിക്കട്ടെ. വഴുതിനിങ്ങ 2-3 പൊട്ടിച്ചു ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത്. ഇനി ചെറുതൊക്കെ വലുതായിട്ട് വേണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ഏതുമ്പോൾ നിൽക്കുന്ന പ്രാണീനെ കാണിച്ചു തരാം. കണ്ട ബെഡ് ബഗ്സ് പോലെ മൂട്ടിയില്ലേ നമ്മുടെ, അതുപോലത്തെ പ്രാണികളാണ് നിറയെ. ഇവരുണ്ടല്ല ഇലയും തണ്ടും ഒക്കെ നീരൂറ്റി കുടിച്ച് ചെടീനെ മൊത്തത്തിൽ ഉണക്കി കളയും. ഇത് കാണുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറക്കി കൊന്നു കളയുക, കൂടുതലും ഉള്ള ഇലകൾ മുറിച്ച് മാറ്റുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ മരുന്നടിച്ച് അതൊക്കെ കൊന്നു കളയണം ഈ പ്രാണീനെ. കണ്ട എല്ലാ ഇലരെ താഴെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പച്ചക്കറി മൊത്തം ഇവര് നശിപ്പിക്കും. രണ്ട് വെണ്ടയ്ക്കയും കൂടിയും പൊട്ടിക്കട്ടെ. വിത്തിനുള്ള വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. കണ്ട വലിയ വെണ്ടയ്ക്ക വിത്തിന് നിർത്തിയത് ഉണക്കിയിട്ട് ഇനി നമുക്ക് ആദ്യം പുതിയ വെണ്ട ഉണ്ടാക്കിയെടുക്കണം. ഒരെണ്ണം മുന്ന് പൊട്ടിച്ച് വെച്ചതുകൊണ്ട് ഇനി കുറച്ച് തക്കാളി പൊട്ടിക്കട്ടെ. അപ്പൊ നമുക്ക് സാമ്പാറിനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ട ടെറസിന്റെ മേലെ തക്കാളി 2 മതി. അപ്പം 2 തക്കാളി പൊട്ടിച്ചു. വഴുതിരിങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളകൊക്കെ പഴുത്തു പൊട്ടിക്കാണ്ട് നിർത്തിയിട്ടേ. ഒക്കെ പഴുത്തു. താഴെ വേറെയുള്ള കാരണം മേലേക്ക് കയറി വരാൻ മടീന്. അപ്പൊ ഇവിടുത്തെ പച്ചമുളകൊക്കെ നിന്ന് പഴുത്തു. വെണ്ടയൊക്കെ ഭയങ്കര ഉയരത്തിൽ പോയി പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വളച്ച് പൊട്ടിച്ചെടുക്കണം നമ്മൾ. ശിഖരങ്ങളൊന്നും വരുന്നില്ല, നേരെ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ട നല്ല മഴയല്ലേ, കാരണം ടെറസിൻ്റെ മേലേക്ക് വരാൻ ഭയങ്കര മടീന് എനിക്ക്. തക്കാളിയുമ്പോൾ കുറേ തക്കാളി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ, കുഞ്ഞു കുഞ്ഞു. ശക്തിയായി മഴ വരുമ്പോൾ കുറേ കൊഴിഞ്ഞു പോവുക. അയ്യോ, ദേ ഇതുമ്മലും തന്നെ പുഴുക്കേട് വന്നു. കണ്ട മെലിബാക്സ് പോലത്തെ ഇതാണ് രോഗങ്ങളാണ് ഈ വരുന്നത്. വെള്ളപ്പൂപ്പൽ പോലെ കണ്ട കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിട്ട് ഇതൊക്കെ ഈ നമ്മുടെ പച്ചക്കറിയൊക്കെ നശിപ്പിക്കും. ആര്യവേപ്പിൻ്റെ എണ്ണയിനിട്ട് ഏറ്റവും ബെസ്റ്റ്. ആര്യവേപ്പിൻ്റെ എണ്ണ 1 സ്പൂൺ അല്ലെങ്കിൽ 5 മില്ലി എടുക്കുക. പിന്നെ നമ്മുടെ പാത്രം തേക്കുന്ന സോപ്പ് ലൈനില്ലേ, അതൊരു 2 തുള്ളി എടുക്കുക. ഇത് രണ്ടും 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ പുഴുക്കേടും മാറിക്കിട്ടും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ മരുന്നുകൾ അടിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രയോഗങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ ഉപയോഗത്തിനുള്ള പച്ചക്കറിക്ക്
അപ്പോൾ വിഷാംശമൊന്നും ഇല്ലാണ്ട് നല്ല പച്ചക്കറി നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും. അസുഖങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ അരിപ്പ പോലെ ആയിട്ടുണ്ട് ഈ വഴുതിനീര ഇലയൊക്കെ. ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഒരു 5-6 ദിവസം അടുപ്പിച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് ഒരു ദിവസം അടിച്ചിട്ട് കാര്യമില്ല. അടുപ്പിച്ച് ഒരാഴ്ചയൊക്കെ അടിച്ചു കൊടുത്താൽ ഇതെല്ലാതും രോഗങ്ങളൊക്കെ പോയി ആദ്യത്തെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല സൂപ്പറായി വളർന്നു വരുള്ളൂ. ഇത് മാത്രമാണ് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കൊക്കെ അടിച്ചു കൊടുക്കാറ്, വേറെ ഒന്നും ചെയ്യാറില്ല. കൂടുതലും മരിപ്പ പോലെയുള്ള ഇലകളൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അതെല്ലാത്തുമ്മലും പകരും. അപ്പോൾ ഒരുപാട് പുഴുതുന്ന ഇലകളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. നമുക്ക് മരുന്നടിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ പോലെയാവും നമ്മുടെ പച്ചക്കറികളൊക്കെ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കുന്നതാണ്. വാങ്ങണ പച്ചക്കറിയിലൊക്കെ എന്തോരം വിഷം അടിച്ചു വരുന്ന പച്ചക്കറികളാണ്. എല്ലാത്തിനും മരുന്നടിച്ചിട്ടേ ഞാൻ ഇനി പോയിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കട്ടെ. മഴ കാരണം എല്ലാത്തിനും ഒരു മടിയിന് എനിക്ക്. അപ്പം മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.